ഇനി സൂപ്പർ 60 പോകുന്നത് ഒരു കൊച്ചു മിടുക്കൻ്റെ വിശേഷത്തിലേക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഫ്രീ കിക്ക് എടുത്ത ഒരു കൊച്ചു മിടുക്കനാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ വൈറൽ സ്റ്റാർ. അത്യുഗ്രൻ ഗോൾ നേടിയ ഈ 8ാം ക്ലാസ്സുകാരൻ്റെ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയായ ആ മിടുക്കൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു വരാം. സ്പെയിൻ പോർച്ചുഗൽ മത്സരം കായിക പ്രേമികൾ പെട്ടെന്നൊന്നും മറക്കാത്ത ഒരു ലോകകപ്പ് മത്സരമായിരുന്നു. കാരണം സ്പെയിൻ ഓൾറെഡി 3 ഗോളിന് വിജയത്തിനോട് അടുത്ത് നിൽക്കുന്നു, പോർച്ചുഗൽ 1 ഗോളിന് പിന്നിൽ നിൽക്കുന്നു. ആ സമയത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാക്ഷാൽ CR7 ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഫ്രീ കിക്ക് അദ്ദേഹം അതിമനോഹരമായി ഒരു ഗോളാക്കി മാറ്റുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അത് 8ാം ക്ലാസ്സുകാരൻ്റെ ഗോളാണ്. ആ ഗോള് വിദ്യാഭ്യാസ മന്ത്രി അടക്കം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഉള്ളത് ആ ഒരു 8ാം ക്ലാസ്സുകാരനൊപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവി ക്രിസ്ത്യാനോ റൊണാൾഡോയോ അല്ലെങ്കിൽ എംബാപ്പയൊക്കെ ആവുന്ന ആ ഒരു യുവതാരത്തിനൊപ്പമാണ്. അവനെ പേരെന്താണ്? നയൻ P വർഗീസ്. ആ ഒരു വീഡിയോ വലിയ വൈറലായിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സന്തോഷമാണ്. ഇഷ്ടതാരം ആരാ? റൊണാൾഡോയാണ് ഏറ്റവും ഇഷ്ടതാരം. പിന്നെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എംബാപ്പേനെ. ആ ഒരു ഫ്രീ കിക്ക് പിറന്നത് എങ്ങനെയാണ്? അത് എൻ്റെ കോച്ച് സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കോർണറിൽ നോക്കി അടിക്കണം, നടുക്കടിച്ച ഗോൾ കീപ്പർ പിടിക്കുമെന്ന്. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടി. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു അത് ഗോൾ കയറുമെന്ന്. അങ്ങനെ അത് ഗോൾ കയറി. ശേഷം അവിടെ ഭയങ്കര ആരവമൊക്കെ ആയിരുന്നു, ഭയങ്കര കയ്യടി. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. എങ്ങനെയായിരുന്നു അതെങ്ങനെ ഫീൽ ചെയ്തു? എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് അപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് റൊണാൾഡോൻ്റെ സെലിബ്രേഷനും കാണിച്ചിരുന്നു. എങ്ങനെയാണ് സെലിബ്രേഷൻ? അത് ഇങ്ങനെ ഓടി വന്നിട്ട് ഇവിടെ ശരിക്കും ഒരു സസ്പെൻസ് കൂടിയുണ്ട്. നയനൊരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കളിക്കാനും പഠിക്കാനും ഒക്കെ പോകുന്നത്. എങ്ങനെയാണ് ഒരു ഗോൾ കണ്ടില്ലേ? ഫ്രീ കിക്ക് നല്ല ഫ്രീ കിക്കായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവൻ ഇങ്ങനെ അടിക്കുമെന്ന്. കാരണം എപ്പോഴും അടിക്കാറുള്ളത് ഇവൻ കറക്റ്റ് കോർണറിലാണ് അടിക്കാറുള്ളത്. ഇത് പക്ഷെ അങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഗോൾ കീപ്പർ നല്ല പൊക്കമൊക്കെ ഉണ്ടായിരുന്നു, പിടിക്കുമെന്ന് വിചാരിച്ചേ. ഗോൾ കണ്ടപ്പോൾ എന്താ പറഞ്ഞേ? ഗോൾ കണ്ടപ്പോൾ ഞാൻ കുറേ പോലത്തി ചെറിയ അസൂയ തോന്നി, അടിക്കാൻ പറ്റില്ല? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് അവന് കുറച്ച് പ്രൗഡുണ്ട് അങ്ങനെ അടിച്ചതിന്. കാരണം ഇപ്പോൾ ഞാനും അവനും ഒന്നല്ലേ ഇരട്ടായതുകൊണ്ട് അതിനുള്ളൊരു സന്തോഷമുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട് രണ്ടുപേർക്കും? അമ്മയും അച്ഛനും തന്നെ ഒരുപാട് പോയെത്തി. ഈ ഫ്രീ കിക്ക് അല്ലാതെ നമുക്കിപ്പോൾ വേറെ എന്തൊക്കെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ഏതാ? ഫ്രീ കിക്ക് തന്നെയാണ്. എനിക്ക് ഫ്രീ കിക്കാണ്. പിന്നെ കോർണർ നല്ലോണം എടുക്കാൻ അറിയാം. എന്നിട്ട് സ്കൂളിൽ കിക്ക് ഓഫ് എടുക്കുന്ന ഞാനാണ് കളി തുടങ്ങുമ്പോൾ. എന്തെങ്കിലും ഇതൊക്കെയാണ് ഇവരുടെ വിശേഷം. ഇവർക്കും ഭാവിയിൽ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ നെയ്മറും മെസ്സിയൊക്കെ ആവണമെന്നാണ് ഇവരുടെയും ഒരു ആഗ്രഹം. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും നമുക്ക് ഇവർക്ക് ഒരു ആശംസ നൽകുകയും ചെയ്യാം. ക്യാമറമാൻ ബിബിനോടൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, റിപ്പോർട്ടർ തിരുവനന്തപുരം.